നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ അമ്പലക്കടവിലുള്ള തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ. ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോലെ പേര് സൂചിപ്പിക്കുന്നത് വടക്കുംനാഥൻ എന്നാണെങ്കിലും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. അതുമാത്രമല്ല, രണ്ട് ഭാവത്തിലുള്ള സുബ്രഹ്മണ്യന്റെ അത്യപൂർവമായ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തുമ്പമണ്ണിലെ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം. ബാല രൂപത്തിലുള്ള സുബ്രഹ്മണ്യനും അതുപോലെ ധ്യാന രൂപത്തിലുള്ള സുബ്രഹ്മണ്യനും, അങ്ങനെ രണ്ട് അത്യപൂർവ പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. ഈ വരുന്ന മെയ് മാസം 11 മുതൽ 18 വരെ അതിവിശിഷ്ടമായ ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രത്തിന് വേദിയാവുകയാണ് ഈ ഒരു ക്ഷേത്രാങ്കണം. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അത്യപൂർവമായിട്ടാണ് ഈ സ്കന്ദ സത്രം നടക്കാറുള്ളത്. അങ്ങനെ അതിന് പ്രധാനപ്പെട്ട ഒരു വേദിയാകുന്ന സ്ഥലം കൂടിയാണ് തുമ്പമണ്ണിലുള്ള ഈ വടക്കുംനാഥ ക്ഷേത്രം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സ്കന്ദ മഹാസത്രത്തിന്റെ ഭാഗമായി പഴനി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഇവിടെ വന്ന് സ്കന്ദഹോമം നടത്തുന്ന ഒരു ചടങ്ങുമുണ്ട്. എന്തായാലും ഈ ഇവിടെ നടക്കുന്ന സ്കന്ദ മഹാസത്രത്തിന്റെയും സ്കന്ദഹോമത്തിന്റെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ക്ഷേത്ര ഭാരവാഹികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഏവർക്കും നമസ്കാരം. ഇത് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം അതിപുരാതനവും സുബ്രഹ്മണ്യ സ്വാമികളുടെ വ്യത്യസ്തമായ രണ്ട് ഭാവങ്ങളാൽ രണ്ട് ശ്രീകോവിലിൽ ധ്യാനമുരുകനും ബാലസുബ്രഹ്മണ്യ സ്വാമികളും പരിലസിക്കുന്ന തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം കേരളത്തിൽ ആദ്യമായിട്ട് ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2025 മെയ് 11 മുതൽ 18 വരെ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ പന്തൽ നാട്ടുകർമ്മം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി. മെയ് 11 രാവിലെ 6 മണിക്ക് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയും, വരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 9 മണിക്ക് കൊടിക്കൂറ ഘോഷയാത്രയും, കൊടുന്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 10 മണിക്ക് കൊടിമര ഘോഷയാത്രയും പുറപ്പെടുകയും കൊളനറ ദേവീക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ഒന്നിച്ച് സംഗമിച്ച് അവിടെ നിന്ന് താലപ്പൊലികളുടെയും പഞ്ചവാദ്യം അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് 4 മണിക്ക് ആനയിച്ചെത്തുകയും തുടർന്ന് 4:30 മഹാസത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 5 മണിക്ക് മഹാസത്ര സമാരംഭ സഭ നടക്കുകയും ചെയ്യും. തുടർന്നുള്ള 7 ദിവസങ്ങളിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ, സത്സംഗങ്ങൾ, ആചാര്യ സംഗമങ്ങൾ, കലാസന്ധികൾ, അങ്ങനെ നിരവധി രീതിയിലുള്ള പൂജാതി ഹോമങ്ങളാൽ സമ്പന്നവും ശ്രേഷ്ഠവുമാവും സത്രവേദി. കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സന്യാസി വര്യന്മാരുടെയും ആചാര്യന്മാരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന സത്രവേദിയിലേക്ക് ഏവരെയും ഭഗവാന്റെ നാമധേയത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ സത്രത്തിൻ്റെ അവസാന ദിവസമായ മെയ് 18 ഉച്ചയ്ക്ക് 2 മണി മുതൽ പളനി ക്ഷേത്രത്തിൻ്റെ ദണ്ഡായുധപാണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന മഹാസ്കന്ദഹോമം, കേരളത്തിൽ ആദ്യമായി നടക്കുന്ന മഹാസ്കന്ദഹോമത്തിന് പളനി ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിൽ ഇവിടെ നടക്കപ്പെടുകയാണ്. വ്യത്യസ്തമായ സുബ്രഹ്മണ്യ ഉപാസകരെ സംബന്ധിച്ചിടത്തോളം, സുബ്രഹ്മണ്യ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നടക്കുന്ന വേദവ്യാസ വിരചിതമായ ഏറ്റവും ബൃഹത്തായ വിശേഷപ്പെട്ട സ്കന്ദപുരാണത്തെ ഭക്തഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമമാണ് സത്ര നിർവഹണ സമിതി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ കർമ്മത്തിലേക്ക്, ഈ വലിയ യജ്ഞത്തിലേക്ക് ഏവരെയും ഭഗവാന്റെ നാമധേയത്തിൽ, തുമ്പമൺ നാഥന്മാരുടെ നാമധേയത്തിൽ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാചക കുലപതിയായിട്ടുള്ള പഴയിടം മോഹനൻ നമ്പൂതിരി അവറുകളാണ് അന്നപ്രസാദത്തിൻ്റെ മുഖ്യകർമ്മത്വം വഹിക്കുന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനകരമാണ്. എങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളിലേക്കും യജ്ഞത്തിൻ്റെ ഭാഗവത്താകാൻ എല്ലാ സുബ്രഹ്മണ്യ ഭക്ത ജനങ്ങളെയും ഞങ്ങളെ തുമ്പമണ്ണിൻ്റെ മണ്ണിലേക്ക്, തുമ്പമൺ നാഥന്മാരുടെ മണ്ണിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സത്രത്തിൻ്റെ ഏറ്റവും മഹനീയമായ ചടങ്ങാണ് മെയ് 18 നടക്കുന്ന സ്കന്ദഹോമം. സർവ്വ ഐശ്വര്യദായകമായിട്ടുള്ള ഒരു ഹോമമായിട്ടാണ് നമുക്ക് പളനി ക്ഷേത്ര തന്ത്രി തന്നെ നമുക്ക് ഉപദേശമായിട്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അനുസരിച്ചാണ് നമ്മളിവിടെ അതിനുള്ള വേദിയായിട്ട് ഒരുക്കുന്നത്. സ്കന്ദ ഉപാസകരെ സംബന്ധിച്ചിടത്തോളം
ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള അത് ആരോഗ്യമായിക്കോട്ടെ, ആയുസ്സായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, തൊഴിൽ മേഖലയിലായിട്ടുള്ള ഉയർച്ചകൾക്ക് അതിശ്രേഷ്ഠമായ ചടങ്ങായിട്ടാണ് സ്കന്ദഹോമത്തിനെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സ്കന്ദഹോമം നടക്കുന്ന ക്ഷേത്ര തിരുമുറ്റമായിട്ട് തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രമാണ് മാറിക്കഴിയുന്നു. അതുപോലെ തന്നെ ഇന്ന് നാടൊത്തും മുരുകൻ്റെ ഊർജം, മുരുക പ്രവാഹത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു സത്രമായിട്ട്, മഹാസത്രമായിട്ട് മാറാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. മഹാസത്ര നിർവഹണ സമിതി അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. വലിയൊരു യജ്ഞം ഏറ്റെടുത്തതിൻ്റെ പുണ്യതയിലും ധന്യത്തിലുമാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കന്ദപുരാണത്തിൽ അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ പള്ളിയിലെ ക്ഷേത്രതന്ത്രി നടത്തുന്നതാണ്. അതായത് വിശേഷപ്പെട്ട ഈ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്കന്ദപുരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്കന്ദഹോമത്തിൻ്റെ ഒരു വ്യക്തിക്ക് 500 രൂപയും ഒരു കുടുംബത്തിന് 2000 രൂപയാണ് ഈ ഹോമത്തിൻ്റെ കൂപ്പൺ. അത് ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൽ നിന്നും ഇത് ലഭ്യമാണ്. സൂചിപ്പിച്ചതുപോലെ മെയ് 11 മുതൽ 18 വരെ നടക്കുന്ന സ്കന്ദമഹാസത്രത്തിന്റെയും സ്കന്ദഹോമത്തിന്റെയും ഒക്കെ തത്സമയ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തത്വമയി TV ആണ്. അതും HD ദൃശ്യമികവിൽ. ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന മലയാളികൾക്കും അവരുടെ വിരൽ തുമ്പിൽ ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നതാണ്. 5G കണക്ഷൻ അല്ലെങ്കിൽ 4G കണക്ഷനുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ വിരൽത്തുമ്പിൽ തന്നെ HD ദൃശ്യ മികവോടുകൂടി ഇതിൻ്റെ ഓരോ ചടങ്ങുകളും അവരുടെ വിരൽത്തുമ്പിൽ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു തത്സമയ സംപ്രേഷണം വിഭാവനം ചെയ്തിരിക്കുന്നത്. 11-ാം തീയതി ഇവിടെ സത്ര സമാരംഭ സഭയ്ക്ക് മുമ്പെയുള്ള ഘോഷയാത്ര മുതൽ ഉള്ള ചടങ്ങുകൾ തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി തത്വമയുടെ ഒരു പ്രത്യേക ടീം തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. തുടർന്നുള്ള ഓരോ ചടങ്ങുകളും ഈ പറഞ്ഞതുപോലെ HD ദൃശ്യമികവിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ തത്വമയുടെ സംഘം സദാ ജാഗരൂകരാണ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ RS അഭിരാമിനൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.